NXTയിൽ നിന്നും WWE ഡ്രാഫ്റ്റിലൂടെ ഒരു താരം മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നു. മെയിൻ റോസ്റ്ററിൽ വന്ന് വെറും ആഴ്ചകൾക്കുള്ളിൽ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് വെറും ഒരു ദിവസത്തിനുള്ളിൽ അത് തന്റെ കൈ വിട്ടു പോകുന്നു. പിന്നീട് ഒരിക്കലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാറാൻ കഴിയാതിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിൻ ബാലറിന്റെ സ്റ്റോറി ആയിരുന്നു. എങ്ങനെയാണ് ഫിൻ ബാലർ WWEയിലേക്ക് ഒരു രക്ഷയുമില്ലാത്ത പുഷോട് കൂടി വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഒറ്റയടിക്ക് എങ്ങനെയാണ് ആ പുഷ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഉടനെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. 2016 WWE ഡ്രാഫ്റ്റ് നടക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടായിരുന്നു ഡ്രാഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ റോ ബ്രാൻഡ് സെലക്ട് ചെയ്ത ആദ്യത്തെ വ്യക്തിയായിട്ടുണ്ടായിരുന്നത് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് റോ ബ്രാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്മാക്ഡൗണിലും റോയിലുമുള്ള സൂപ്പർ സ്റ്റാറിനെ അല്ലായിരുന്നു, NXT ബ്രാൻഡിൽ നിന്നായിരുന്നു ഒരു സൂപ്പർ സ്റ്റാറിനെ റോ ബ്രാൻഡ് ഡ്രാഫ്റ്റ് ചെയ്തത്. അത് മറ്റാരുമായിരുന്നില്ല, ഫിൻ ബാലർ ആയിരുന്നു. കാണികൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഫിൻ ബാലറിനെ. NXT അന്ന് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ ഫിൻ ബാലർ ആരാണ് എന്നുള്ളതും എന്താണ് ഫിൻ ബാലറിനെ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെ ഫാൻസ് വളരെയധികം ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിൻ ബാലർ മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ. അങ്ങനെ ഈ ഡ്രാഫ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ അന്നത്തെ റോ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന മിക് ഫോളിയും സ്റ്റീഫനി മക്മാനും കൂടി റിംഗിലേക്ക് വന്നിട്ട് റോ ബ്രാൻഡിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും എൻട്രൻസ് ഏരിയയിലേക്ക് വിളിക്കുകയുണ്ടായി. ഇതായിരിക്കും നമ്മുടെ പുതിയ റോസ്റ്റർ എന്നുള്ളതെല്ലാം തന്നെ മിക് ഫോളി അവിടെ പരിചയപ്പെടുത്തിയതിനു ശേഷം ബാറ്റിൽ ഗ്രൗണ്ട് 2016 WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചിനെ കുറിച്ച് മിക് ഫോളിയും സ്റ്റീഫനിയും കൂടി സംസാരിക്കുകയുണ്ടായി. അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് 3 പേരായിരുന്നു: ഡീൻ ആംബ്രോസ്, സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ്. ഇവർ 3 പേരും മത്സരിച്ചതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഡീൻ ആംബ്രോസും. ആംബ്രോസിനെ ആയിക്കോട്ടെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്കായിരുന്നു ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് WWEയിൽ ആകെ ഒരു ചാമ്പ്യൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് WWE ചാമ്പ്യൻഷിപ്പ് തന്നെയായിരുന്നു. അത് സ്മാക്ഡൗണിലേക്ക് പോയതോടുകൂടി റോ ബ്രാൻഡിൽ ഒരു ചാമ്പ്യൻഷിപ്പും ഇല്ലാതെയായി. അതിന്റെ എല്ലാത്തിന്റെയും കാരണം റോമൻ റെയിൻസ് ആണ്. റോമനാണ് ഇവിടെയുള്ള ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയി തുലച്ചത് എന്നെല്ലാം തന്നെ പറഞ്ഞ് റോമനെ കുറ്റപ്പെടുത്തുകയായിരുന്നു മിക് ഫോളിയും സ്റ്റീഫനിയും. ഫാൻസുകൾ അതുപോലെ തന്നെ റോമൻ റെയിൻസിനെ കൂക്കി വിളിക്കുന്നുണ്ട്. റോമനെ നോക്കി നീ ഒരു തോൽവിയാണ് എന്നുള്ളതെല്ലാം തന്നെ സ്റ്റീഫനി പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോഴാണ് മിക് ഫോളി അടുത്ത അനൗൺസ്മെന്റുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. റോ ബ്രാൻഡിലേക്ക് പുതിയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നു. ഈ വേൾഡ് ചാമ്പ്യനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോ ബ്രാൻഡിൽ 2 ഫെറ്റൽ 4-വേ മാച്ചുകൾ നടക്കും. ഈ ഫെറ്റൽ 4-വേ മാച്ചുകളിൽ വിജയിക്കുന്നവർ ആരൊക്കെയാണോ അവർ ഇന്നത്തെ റോ ഷോയുടെ മെയിൻ ഇവന്റ് ചെയ്യും. അതിൽ വിജയിക്കുന്നവർ ആരാണോ അവർ സമ്മർ സ്ലാം 2016 നമ്മുടെ നമ്പർ 1 ഡ്രാഫ്റ്റ് പിക്ക് ആയിട്ടുള്ള സെത്ത് റോളിൻസിനെതിരെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കും. ഈ ചാമ്പ്യൻഷിപ്പിന്റെ പേര് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന പേരാണ്. WWE യൂണിവേഴ്സിന് വേണ്ടി കൊടുക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് എന്നാണ് ആ ചാമ്പ്യൻഷിപ്പിന്റെ പേര് എന്നുള്ളത് മിക് ഫോളി അനൗൺസ് ചെയ്തു. അങ്ങനെ ആരൊക്കെയായിരിക്കും ആ ഒരു ഫെറ്റൽ 4-വേ മാച്ചുകളിൽ മത്സരിക്കുക എന്നുള്ളത് മിക് ഫോളി അവിടെ നിന്നും അനൗൺസ് ചെയ്യുകയാണ്. സാമി സെയിൻ, സെസാറോ, റൂസേവ്, ക്രിസ് ജെറിക്കോ, ഷെയ്മസ്, റോമൻ റെയിൻസ്, കെവിൻ ഓവൻസ്. അങ്ങനെ 8ാമത്തെ വ്യക്തിയെ മിക് ഫോളി അനൗൺസ് ചെയ്യുകയുണ്ടായി. NXTയിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ഡ്രാഫ്റ്റ് പിക്ക് ഫിൻ ബാലർ. അപ്പോൾ ഫിൻ ബാലറിനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ കൈയടി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ മാച്ച് സെസാറോ, റൂസേവ്, കെവിൻ ഓവൻസ് ആൻഡ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു ഫെറ്റൽ 4-വേ മാച്ച് തന്നെയായിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം അപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന റൂസേവിനെ തന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് ഫിൻ ബാലർ തന്നെയായിരുന്നു ആദ്യത്തെ ഫെറ്റൽ 4-വേ മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ഫെറ്റൽ 4-വേ മാച്ച് നടക്കുകയുണ്ടായി. ഷെയ്മസ്, ക്രിസ് ജെറിക്കോ, സാമി സെയിൻ ആൻഡ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു ഫെറ്റൽ 4-വേ മാച്ച് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റോമനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയായിരുന്നു ആ ഒരു മാച്ച് ഉടനീളം. അവസാനം ക്രിസ് ജെറിക്കോയെ ഒരു സ്പിയർ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസ് ആയിരുന്നു ആ ഫെറ്റൽ 4-വേ മാച്ച് വിജയിച്ചത്. അപ്പോൾ ഫിൻ ബാലറും റോമൻ റെയിൻസും തമ്മിലുള്ള മാച്ച് തന്നെയായിരിക്കും മെയിൻ ഇവന്റ് എന്നുള്ളത് ഉറപ്പായി. ഇവർ രണ്ടുപേരും തമ്മിൽ അവരുടെ മാച്ചിന് മുൻപേ ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് ലക്ക് പറഞ്ഞു. അങ്ങനെ ഇവരുടെ മാച്ചിന്റെ ഏറ്റവും അവസാനം റോമൻ റെയിൻസ് ഫിൻ ബാലറിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഫിൻ ബാലർ ഓടി വന്ന് ഒരു സ്ലിംഗ് ബ്ലേഡ്, ഒരു ഡ്രോപ്പ് കിക്ക്, പിന്നെ അദ്ദേഹത്തിന്റെ ഫിനിഷർ, ഇത് മൂന്നും കൂടി ചെയ്ത് ഫിൻ ബാലർ മാച്ചിൽ വിജയിച്ചു. ഈ ഒരു മാച്ചിൽ ഫിൻ ബാലർ വിജയിച്ചത് ഫാൻസിന് എല്ലാവർക്കും സർപ്രൈസ് തന്നെയായിരുന്നു. NXTയിൽ നിന്നും വന്ന ഒരു താരത്തിന് സമ്മർ സ്ലാമിൽ മെയിൻ ഇവന്റ് കൊടുക്കുക എന്നുള്ളത് WWE ഒരിക്കലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആ ഒരു മാച്ച് കഴിഞ്ഞ് റോമൻ റെയിൻസ് പോകുമ്പോൾ അനൗൺസർ റോമൻ റെയിൻസിന്റെ അടുത്തേക്ക് എത്തി എന്താണ് റോമൻ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ റോമൻ പറഞ്ഞത് സമ്മർ സ്ലാമിൽ ഫിൻ ബാലറും സെത്ത് റോളിൻസും മത്സരിക്കട്ടെ, അതിൽ ഫിൻ ബാലർ തന്നെ വിജയിക്കണം. റോളിൻസിനെ ഫിൻ ബാലർ തോൽപ്പിക്കണം. കാരണം ബാലറിനെതിരെ എനിക്ക് ഇനിയും മത്സരിക്കണം. ഞാൻ ഇനിയും ബാലറിനെതിരെ വരും. ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു
ചെയ്യുന്നു എന്നും കൂടി പറഞ്ഞിട്ടായിരുന്നു റോമൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ ഫിൻ ബാലർ റിംഗിലേക്ക് വന്നു അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സെത്ത് റോളിങ്സ് ഇന്റർഫിയർ ചെയ്തു വന്നുകൊണ്ട് ഫിൻ ബാലറിന് പിന്നീട് റോളിങ്സ് പറഞ്ഞു ഫിൻ ബാലർ ആണ് NXTയിൽ നിന്നും മെയിൻ റോസ്റ്ററിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി. പക്ഷേ ഡ്രാഫ്റ്റിലെ ആദ്യത്തെ വ്യക്തി ഫിൻ ബാലർ അല്ലല്ലോ, ഡ്രാഫ്റ്റിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? ഓ അതും ഞാൻ തന്നെയാണല്ലോ, യെസ് സെത്ത് റോളിങ്സ് ആണ്. അങ്ങനെ സെത്ത് റോളിങ്സ് അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കത്തിലേക്ക് എത്തി. സംസാരത്തിന്റെ ഇടയിൽ ബാലറിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റോളിങ്സിനെ ബാലറിന്റെ കയ്യിൽ നിന്നും ഒരു പെലേക്കായിരുന്നു കിട്ടിയത്. അതോടുകൂടി ആ ഒരു സെഗ്മെന്റും അവസാനിച്ചു. പിന്നീട് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ സെത്ത് റോളിങ്സ് റിംഗിൽ വന്ന് കാണികളുടെ മുൻപിൽ വെച്ച് ഫിൻ ബാലറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഡീമൻ കിങ്ങിനെ കുറിച്ച് സെത്ത് റോളിങ്സ് പ്രതിപാദിക്കുന്നു. അതേ റോ എപ്പിസോഡിൽ തന്നെ ഫിൻ ബാലറിന്റെ ഒരു പ്രോമോ വീഡിയോ കൂടി കാണിക്കുന്നു. ആ പ്രോമോ വീഡിയോയിൽ ഡീമൻ കിങ്ങിനെ കുറിച്ച് ഫിൻ ബാലർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീമൻ കിങ് വരും എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ഫിൻ ബാലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് തൊട്ടടുത്ത ആഴ്ചയിൽ മിക് ഫോളിയും സ്റ്റീഫനിയും കൂടി ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് സെത്ത് റോളിങ്സ് ആരെയോ തെരഞ്ഞുകൊണ്ട് അവിടേക്ക് നടന്നു പോവുകയാണ്. സെത്ത് റോളിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെ ഫിൻ, ഡീമൻ കിങ് ഇവിടെ വരും എന്ന് പറഞ്ഞു, ഡീമൻ കിങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നുള്ള രീതിയിലായിരുന്നു സെത്ത് റോളിങ്സ് സംസാരിച്ചത്. പക്ഷേ സെത്ത് റോളിങ്സിന്റെ മുഖത്ത് നല്ല രീതിയിൽ ഭയമുണ്ടായിരുന്നു. അപ്പോൾ മിക് ഫോളി പറഞ്ഞു നിനക്കിന്ന് എന്തായാലും വേറെ പ്രോമോയോ മാച്ചുകളോ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് റിംഗിൽ പോയിട്ട് ഫിൻ ബാലറിനെ വിളിച്ചോ, അങ്ങനെയാണെങ്കിൽ അവൻ വരികയാണെങ്കിൽ നിനക്ക് കാണാമല്ലോ എന്നെല്ലാം തന്നെ മിക് ഫോളി പറഞ്ഞ് സെത്ത് റോളിങ്സ് പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്തായാലും പോയിക്കോളാമെന്ന്. അങ്ങനെ റോളിങ്സ് റിംഗിലേക്ക് വരികയുണ്ടായി. അങ്ങനെ റോളിങ്സ് കാണികളുടെ മുൻപിൽ വെച്ച് ഡീമൻ കിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡീമൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമേ ഇല്ല, ഡീമൻ കിങ് ആയിട്ട് എന്റെ മുൻപിൽ വരാൻ വേണ്ടിയിട്ട് ഫിൻ ബാലറിന് പേടിയായിരിക്കും എന്നുള്ള രീതിയിൽ റോളിങ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകൾ മിന്നിക്കത്തുന്നു. റോളിങ്സിന് ചെറുതായിട്ട് പേടി വരുന്നുണ്ട്. പിന്നീട് മുഴുവൻ ലൈറ്റുകളും പോയി റെഡ് ലൈറ്റ് മിന്നിക്കത്തുന്നു. അതാ വരുന്നു ഡീമൻ കിങ്. ഡീമൻ കിങ് റിംഗിലേക്ക് എത്തി റോളിങ്സുമായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ കണ്ടു. രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻ ബാലർ ആയിരുന്നു സെത്ത് റോളിങ്സിനെ നന്നായിട്ട് അതിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മൂവും ചെയ്ത് റോളിങ്സിനെ എടുത്ത് പുറത്തേക്കും വലിച്ചെറിഞ്ഞിട്ടായിരുന്നു ഡീമൻ കിങ് റിംഗിൽ ഉയർന്നു നിന്നത്. അങ്ങനെ 2016 സമ്മർ സ്ലാം എത്തി. സമ്മർ സ്ലാമിൽ ഡീമൻ കിങ് ഫിൻ ബാലർ വേഴ്സസ് സെത്ത് റോളിങ്സ് തമ്മിലുള്ള WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുകയുണ്ടായി. രണ്ടുപേരും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു. ഫിൻ ബാലറിന്റെ ആദ്യത്തെ മെയിൻ റോസ്റ്റർ പേപ്പർ വ്യൂ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റോളിങ്സിന്റെ വക പെഡിഗ്രിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ നടന്നു. പക്ഷേ ഈ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് ഫിൻ ബാലറിനെ എടുത്ത് ബാരിക്കേഡിന്റെ മുകളിലേക്ക് റോളിങ്സ് ഇടുകയുണ്ടായി. അതിൽ ഫിൻ ബാലറിന്റെ ഷോൾഡറിന് ഒരു ഇഞ്ചുറി പറ്റുകയുണ്ടായി. എന്നിട്ടും ആ ഒരു മാച്ച് ബാലർ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന ഷോൾഡറുമായിട്ടായിരുന്നു. പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഫിൻ ബാലർ. അങ്ങനെ ആദ്യത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനായി ബാലർ മാറുകയുണ്ടായി. സമ്മർ സ്ലാമിനെ തൊട്ടു പിറ്റേ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ഫിൻ ബാലറിനെ മിക് ഫോളിയും സ്റ്റീഫനിയും കൂടി ക്ഷണിക്കുകയുണ്ടായി. ബാലർ വന്നിട്ടുണ്ടായിരുന്നത് ഇഞ്ചുർഡ് ആയിട്ടുള്ള ഷോൾഡറും കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു, ഇഞ്ചുർഡ് ആയിട്ടുള്ള ഒരു കൈയും കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു. തനിക്ക് തന്റെ ഷോൾഡർ ഇഞ്ചുറി കാരണം ഏകദേശം 6 മാസക്കാലത്തോളം WWEയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളത് ബാലർ പറഞ്ഞു. ഫാൻസുകൾക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. ഫാൻസുകൾ എല്ലാവരും ഫിൻ ബാലറിന് ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിനെ തുടർന്ന് യു ഡിസേർവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ചാൻറ്റ് ചെയ്യുകയുണ്ടായി. തനിക്ക് ഈ ടൈറ്റിൽ റിലിംഗ്വിഷ് ചെയ്ത് പോയേ മതിയാവുകയുള്ളൂ, വേക്കൻ്റ് ആക്കി പോയേ മതിയാവുകയുള്ളൂ, അതല്ലാതെ തനിക്ക് ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിൻ ബാലർ തന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് മിക് ഫോളിക്ക് കൊടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പോകുന്ന വഴിക്ക് എൻട്രൻസിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് അതാ കേൾക്കുന്നു മറ്റൊരു മ്യൂസിക്. മറ്റാരുമായിരുന്നില്ല, സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് ഈസ് അഗെയിൻ കമ്മിങ്. സമ്മർ സ്ലാമിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും സെത്ത് റോളിൻസ് വരികയാണ്. അവിടെയായിരുന്നു നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫിൻ ബാലർ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫിൻ ബാലർ പോകുന്നതിന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ യൂണിവേഴ്സൽ ടൈറ്റിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഇതുവരെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലും ബാലറിന് കിട്ടിയിട്ടില്ല. ഇനി 2025 ബാലറിന് നല്ല രീതിയിലുള്ളൊരു പുഷ് കിട്ടുമെന്നുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും ബാലർ ഒരു വേൾഡ് ടൈറ്റിൽ റൺ അറിയിക്കുന്നുണ്ട്. ഒരു ഫേസ് ക്യാരക്ടറായിട്ട് ബാലർ വരണം, എന്നിട്ട് വേൾഡ് ചാമ്പ്യനായിട്ട് ബാലർ WWEയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫിൻ ബാലറിന്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി. അടുത്ത ആഴ്ചയിൽ മറ്റൊരു സൂപ്പർ താരത്തിന്റെ മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.